പെരുന്നാളാഘോഷവുമായി ബന്ധപ്പെട്ട് പെരുന്നാളും നോമ്പിനൊക്കെ സൗദി അറേബ്യയിൽ മാസം കണ്ടാൽ നമ്മുടെ നാട്ടിൽ നോമ്പും പെരുന്നാളും ചെയ്തുകൂടെ എന്ന ഒരു വാദം ഈയിടെയായിട്ടൊക്കെ ധാരാളം കേട്ടു വരുന്നുണ്ട്. പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ അവിടെ രണ്ട് കാര്യങ്ങൾ പറയാൻ. ഒന്ന്, പ്രമാണങ്ങളിൽ തന്നെയുള്ളത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് കണ്ടാൽ എല്ലാവർക്കും അത് ബാധകമാണ് എന്നുള്ള ആ വ്യാഖ്യാനത്തിന് തെളിവുകളുടെ പിൻബലമില്ല. സാധാരണ അവർ പറയൽ വിശ്വാസികളുടെ സമൂഹത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാന നിർദ്ദേശം. നിലാവ് കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസി സമൂഹമേ നിങ്ങളിൽ ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ജനറലൈസ് ചെയ്യും. അതിൽ പ്രാക്ടിക്കൽ സൈഡിലൊരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും അത് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു സ്ഥലത്ത് രാവാകുമ്പോൾ മറ്റു സ്ഥലത്ത് പകലാവുമല്ലോ ലോകത്തിൻ്റെ കിടപ്പ് അനുസരിച്ച്. ഇനി പ്രാമാണികമായി നോക്കിയാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഉള്ള ഷാമിലേക്ക് ഖുറൈബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസിൻ്റെ മൗലയാണ് ഖുറൈബ്. അവിടെ ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി അദ്ദേഹം ഷാമിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അവിടെ കണ്ടതും നോമ്പ് തുടങ്ങിയതുമൊക്കെയായി ബന്ധപ്പെട്ട് വന്ന് മദീനയിലുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സംഭവം സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് പിറവി കണ്ടത്, നോമ്പെടുത്തത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ മദീനക്കാരായ ആളുകളെടുത്തതോ ശനിയാഴ്ചയാണ്. അവർ പിറവി കണ്ടത് ശനിയാഴ്ച. അപ്പോൾ ഖുറൈബ് ചോദിക്കുന്ന സംഗതി, അഫല നക്തഫി ബിറുയത്തി മുആവിയ വസിയാമിഹി. മുആവിയ റളിയല്ലാഹു അൻഹുവും വിശ്വാസി നിങ്ങൾ കണ്ടോന്ന് പ്രത്യേകിച്ച് ഞാനും കണ്ടു, മുആവിയ റളിയല്ലാഹു അൻഹു കണ്ടു, ഞങ്ങളൊക്കെ അതനുസരിച്ചാണ് നോമ്പെടുത്ത് വന്നത്, നമുക്ക് ആ കാഴ്ചയും നോമ്പും പോരെ. അപ്പോൾ പറഞ്ഞില്ല, പറ്റൂല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഇജ്തിഹാദി ആയിട്ടുള്ളൊരു വീക്ഷണ വ്യത്യാസം പറഞ്ഞതല്ല. ഹാക്കദ അമറന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചത് എന്നും പറഞ്ഞു. അപ്പോൾ ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന പ്രത്യേകം ഹെഡിങ്, അതിൻ്റെ ബാബ് നോക്കിയാൽ തന്നെ കാണാം, ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് ആ പ്രദേശത്തെ കാഴ്ചയും പിറവിയുമാണ് പരിഗണിക്കേണ്ടത് എന്ന് ഈ സംഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ സൗദി അറേബ്യയെ നോക്കാമെന്നല്ല പറഞ്ഞു. സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരും അവിടുത്തെ ലജ്നയും ഒന്നും എന്ത് ചെയ്യണില്ല, ലോകത്ത് എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടോ എന്ന് നോക്കിയിട്ട് അവർ പോലില്ല. സൗദിയുടെ ബൗണ്ടറിക്കുള്ളിൽ കണ്ടാലേ അവർ അന്നത്തെ ഇത് പരിഗണിക്കണുള്ളൂ. അപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടാൽ മതി എന്നുള്ളൊരു ആഗോളവൽക്കരണ രീതി സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായൊരു പുതിയൊരു വിദഗ്ധ പോലെയാണ് നമുക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലത്തൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. അതായത് ഹദീസുകളും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്.